നമസ്കാരം. ഞാൻ സുമേഷ് ചാത്തങ്കുളം ഗ്രൂപ്പിൻ്റെ വൈസ് ചെയർമാനാണ്. നമ്മൾ ചാത്തങ്കുളം ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്തെടുത്ത ചാത്തങ്കുളം ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഫോർ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നമുക്ക് CT ബിൽഡേഴ്സ് ആപ്പിൽ കൂടെ അവൈലബിൾ ആണ്. ഈ ഈ ഇതിൻ്റെ CT ബിൽഡേഴ്സ് ആപ്പിൻ്റെ വർക്കിംഗ് മോഡൽ പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ലോജിക്കാണ്. അതായത് ക്ലയൻസിന് അവരുടെ സ്ഥലത്തോ അല്ലെങ്കിൽ CT ബിൽഡേഴ്സ് ആപ്പിൽ കൂടെ വാങ്ങിക്കുന്ന പ്ലോട്ടുകളിലോ ക്ലയൻസിൻ്റെ ഡ്രീം ഹോം അറൗണ്ട് 10% സേവ് ചെയ്തുകൊണ്ട് ബിൽഡ് ചെയ്യുക. ഇതാണ് നമ്മൾ കൊടുക്കുന്ന സർവീസ്. അപ്പോൾ അതെങ്ങനെയെന്ന് പറഞ്ഞാൽ വളരെ ലോജിക്കലി സിമ്പിളാണ്. അതായത് ആമസോണോ ഫ്ലിപ്കാർട്ടോ Alibaba.com ഒക്കെ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ Airbnb ഒക്കെ ചെയ്യുന്ന പോലെ വലിയ വോളിയംസ് നമുക്കുള്ളതുകൊണ്ട് നമുക്ക് ഡിസ്കൗണ്ട് ഇപ്പോൾ ക്ലയൻസിന് അല്ല വെൻഡേഴ്സിൻ്റെ അടുത്തും കോൺട്രാക്ടേഴ്സിൻ്റെ അടുത്തും കൺസൾട്ടൻസിനും ഒക്കെ കിട്ടുമല്ലോ. അപ്പോൾ ബിക്കോസ് ആ ഡിസ്കൗണ്ട് കിട്ടിയ ഒരു ഡിസ്കൗണ്ട് അല്ല യഥാർത്ഥത്തിൽ കിട്ടുന്നത്. ഇതിൻ്റെ അകത്ത് സിസ്റ്റം നമ്മൾ ഡിജിറ്റലി ലിവറേജ് ചെയ്തുകൊണ്ട് ക്രെഡിറ്റും ഒന്നും പോകാത്തത് കൊണ്ട് കൺസൾട്ടൻസിനാണെങ്കിലും എല്ലാവർക്കും വലിയ വോള്യമോ വർക്ക് കിട്ടാൻ സാധ്യത ഉള്ളതുകൊണ്ട് ആ വർക്ക് അതിൻ്റെ മിനിമം കോസ്റ്റിൽ കൊടുത്താലും എല്ലാവർക്കും മെച്ചമായിരിക്കും. ബിക്കോസ് വേറെൻറ്റയർ അതിൻ്റെ അകത്ത് ഉണ്ടാവില്ലല്ലോ. ആ പ്ലാറ്റ്ഫോം അത്രയും അതാണല്ലോ ആമസോൺ ഫ്ലിപ്കാർട്ടിൽ ഇതിലൊക്കെ സംഭവിക്കുന്നത്. ഇപ്പോൾ മറ്റേത് മോണോപ്ലൈസ് ചെയ്യും. ഒരു കമ്പനി വന്നു കഴിഞ്ഞാൽ അടുത്തൊരാൾക്ക് അല്ലെങ്കിൽ പുതിയൊരാൾക്ക് കയറി വരാനുള്ള സ്പേസ് ഉണ്ട്. ഇതല്ല, നല്ല ക്വാളിറ്റിയിൽ കാര്യങ്ങൾ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഏത് പുതിയ ആൾക്കും കയറി വരാനുള്ള, പുതിയ അപ്കമിങ് ആളുകൾക്ക് കയറി വരാനുള്ള സംവിധാനം, ക്ലയൻസ് റേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് കയറി വരാനുള്ള സംവിധാനം, ക്വാളിറ്റി ഉള്ള ആളുകൾക്ക് മുകളിൽ കയറി വരാം, ഇല്ലാത്ത ആളുകൾ സ്വാഭാവികമായിക്കൊണ്ട് അതിൻ്റെ അകത്ത് ഡിറ്റോറേറ്റഡ് ആവുകയും ചെയ്യും. ഓൾറൈറ്റ്, ദാറ്റ് മീൻസ് ഒരു സെൽഫ് ഗവേണൻസ് എക്കോസ്. ഇപ്പം ഞാൻ ഈ വീഡിയോയുമായി വരുന്നത് നമ്മുടെ കൺസൾട്ടൻസിന് നമ്മൾ കൊടുക്കുന്ന, നമ്മുടെ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായിട്ട് മൂവ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന സൂപ്പർ പവേഴ്സ് എന്തൊക്കെയാണ്. ആ സൂപ്പർ പവേഴ്സ് അവർ എൻജോയ് ചെയ്യുമ്പോൾ അവർ നമ്മൾക്ക് കമ്മിറ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ കമ്മിറ്റ് ചെയ്യേണ്ട, നമ്മുടെ ക്ലയൻസിന് കൊടുക്കേണ്ട അഡ്വാൻറ്റേജ്, അവരുടെ ഭാഗത്ത് കൊടുക്കേണ്ട കമ്മിറ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത്, നമുക്ക് എല്ലാവർക്കും അറിയാം, കൺസൾട്ടൻസിന് എല്ലാവർക്കും അറിയാം, ഈ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ 95%-ലേറെയും പെയിൻറ്റ് വാങ്ങാൻ പോയ കമ്മീഷൻ, വയറ് വാങ്ങാൻ പോയ കമ്മീഷൻ, ഇനി പെയിൻറ്റ് ഇന്നത് ചെയ്യലെന്ന് പറഞ്ഞാൽ കൺസൾട്ടൻറ്റിൻ്റെ കമ്മീഷൻ, എല്ലാവരുടെ കഥയല്ല പറഞ്ഞത്. 95% ആളുകൾക്ക് വയർ ഇന്നത് വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ കൺസൾട്ടൻസിന് കമ്മീഷൻ, വർക്ക് ചെയ്യുന്നവരും കമ്മീഷൻ, അതായത് വർക്കേഴ്സിനോ മേസ്തിരിക്കോ വർക്കേഴ്സിനോ. ഇത്തരത്തിലുള്ള അൺഎത്തിക്കൽ പ്രാക്ടീസ് കൊടികുത്തി വാഴുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ. എനിക്ക് 100% 10-20 കൊല്ലത്തെ എക്സ്പീരിയൻസിന് ബോധ്യമാണ്. ഇത് ഇറാഡിക്കേറ്റ് ചെയ്യുക, എന്നിട്ട് കൺസൾട്ടൻസിനാണെങ്കിലും വർക്കേഴ്സിനാണെങ്കിലും കോൺട്രാക്ടേഴ്സിനാണെങ്കിലും നമുക്ക് ന്യായമായിട്ട് കിട്ടേണ്ട പൈസ ന്യായമായിട്ട് കിട്ടുകയും, ഒപ്പം അതേപോലെ ക്ലയൻസ് ഇതേ നേരത്തെ പറഞ്ഞ പോലെ എവിടെയും ബലിയാടാക്കപ്പെടാതെ അല്ലെങ്കിൽ ചീറ്റ് ചെയ്യപ്പെടാതെ ക്ലയൻസിൻ്റെ ഡ്രീം ഹോംസ് ക്വാളിറ്റിയോടുകൂടി ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം, സെൽഫ് ഗവേണൻസ് എക്കോസിസ്റ്റം, സെൽഫ് എക്സ്പോണൻഷ്യൽ എക്കോസിസ്റ്റം, Airbnb Alibaba.com അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ടൊക്കെ പോലെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മൾ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വർക്ക് ചെയ്യുന്നത്. മനസ്സിലായിട്ടുണ്ടാവും, റൈറ്റ്? ക്ലിയർ ആയിട്ടുണ്ടാവില്ലേ? ഇതൊരു വസ്തുതയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ കൺസൾട്ടൻസിനുള്ള ഗുണം എന്തായിരിക്കും പറഞ്ഞാൽ, സാധാരണ ഒരു ബിൽഡർക്കോ അല്ലെങ്കിൽ ഒരാൾക്കോ വരച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒരാഴ്ചയോ 2 ആഴ്ച പേയ്മെൻറ്റുകളൊക്കെ ക്രെഡിറ്റ് ആവാനും നമ്മുടെ ഡിലേ ആവാൻ പോകുന്നതിന് പകരം നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്ത് ഒരു വർക്ക് ഓർഡർ പ്രകാരമായിരിക്കും നമ്മളൊരു വർക്ക് ഏറ്റെടുക്കുക. അത് മറ്റേ ഫ്ലോർ പ്ലാൻ വരയ്ക്കുന്നതാണെങ്കിൽ, എലിവേഷൻ വരയ്ക്കുന്നതാണെങ്കിലും, സ്ട്രക്ചർ ഡ്രോയിങ് ചെയ്യുന്നതാണെങ്കിൽ, MEP ആണെങ്കിലും, മറ്റേ അതായത് എന്താ പറയുക, ഫയർ ആണെങ്കിലും, പൊല്യൂഷൻ ആണെങ്കിലും, എന്താണെങ്കിലും കണക്റ്റഡ് ടു ദാറ്റ് എന്ത് ചെയ്യുകയാണെങ്കിലും ഇത് നമ്മുടെ ഈ സിസ്റ്റത്തിൻ്റെ അകത്ത് ആ ഡ്രോയിങ്ങും അതിനെന്താണോ സബ്മിറ്റ് ചെയ്യേണ്ട സർവീസ് സബ്മിറ്റ് ചെയ്താൽ അത് സാറ്റിസ്ഫൈഡ് ആയിട്ട് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 24 hours ദ പേയ്മെൻറ്റ് വിൽ ബി ക്രെഡിറ്റഡ് ഇൻ ടു ദ വെൻഡേഴ്സ് ഓർ consultants or to the workers account directly by the client. ഓൾറൈറ്റ്, ഇതാണ് സിസ്റ്റം. 24 hours. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള പേയ്മെൻറ്റ് സിസ്റ്റമാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ളതുകൊണ്ട്. അപ്പോൾ അടുത്തത് കൺസൾട്ടൻസ് ആയിട്ടുള്ള നിങ്ങളിപ്പോൾ ഡ്രോയിങ് പ്ലാൻ വരയ്ക്കുന്ന ആളുകളാണ്, എലിവേഷൻ ചെയ്യുന്ന ആളുകളാണ്, ലിസ്റ്റ് നിങ്ങളെന്ത് ക്ലയൻസിന് ഈ സിസ്റ്റത്തിന് അതോട് കമ്മിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, എന്താണോ നമ്മുടെ ആ ട്രേഡ് സിസ്റ്റം അല്ല നമ്മുടെ ആ എക്കോ സിസ്റ്റത്തിൻ്റെ പ്രകാരമുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ നമ്മുടെ CT ബിൽഡേഴ്സ് ആപ്പ് അതാത് കാലയളവിൽ തരുന്ന സിസ്റ്റത്തിനനുസരിച്ചുകൊണ്ട്, ഇപ്പോൾ ഞങ്ങൾക്കിവിടെ ക്വാളിറ്റി സർവീസ് ഉണ്ടാവും അകത്ത് ഫ്രാഞ്ചൈസി, അവർ PMC ഉണ്ടാവും, പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസ് ഉണ്ടാവും, അവരവിടെ തീരുമാനിക്കുന്ന, അതായത് GPMC ജനറൽ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസ്, അതായത് ഞങ്ങളുടെ CT ബിൽഡേഴ്സ് ആപ്പിൻ്റെ ഹെഡ് ക്വാർട്ടറിൽ നിന്ന് തീരുമാനിക്കുന്ന ഗൈഡൻസ് പ്രകാരം അതാത് സ്ഥലത്തെ പ്രാദേശികമായിക്കൊണ്ട് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസ് തരുന്ന ഗൈഡൻസിനനുസരിച്ചുള്ള ചെക്ക് ലിസ്റ്റ് വെച്ചിട്ടുള്ള ഒരു ഡിസൈൻസ് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെപ്പോഴും വളരെ ആധുനികമായിക്കൊണ്ട് 50 കൊല്ലം കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല, അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. 2 കൊല്ലം കഴിഞ്ഞാൽ 3 കൊല്ലം കഴിഞ്ഞാൽ വരുന്നതിന് വി മസ്റ്റ് ബി ദ ഫസ്റ്റ് മൂവേഴ്സ് എല്ലാ അർത്ഥത്തിലും. അപ്പോൾ ഡിസൈൻ വരയ്ക്കുന്ന ആളുകൾക്ക് നമ്മൾ ഫസ്റ്റ് മൂവേഴ്സ് ആയിട്ടുള്ള വളരെ
യൂസർ ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള ഡിസൈൻസ് ഉണ്ടാക്കണം വേണ്ടേ. 2-3 കൊല്ലം കഴിഞ്ഞ് വരാൻ പോകുന്ന ട്രെൻഡ് ഇപ്പോൾ തന്നെ മനസ്സിലാക്കണം. അതിന് മെറ്റീരിയൽ എവിടെ കിട്ടുക, ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് എവിടെ കിട്ടുക നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഡ്രോയിങ്സ് ആയിരിക്കും എല്ലാവരും തയ്യാറാക്കുന്നത്. റൈറ്റ്, ആ ഡ്രോയിങ്സ് കണ്ടു കഴിഞ്ഞാൽ ഒരു വാവ് ഫീലിംഗ്, ദാറ്റ് മീൻസ് വളരെ ഫെൻറ്റാസ്റ്റിക് ആയിട്ട് നമ്മളൊരു ക്ലയൻറ്റിന് ഒരു ഫീലിംഗ് കിട്ടിയാൽ മാത്രമല്ലേ റേറ്റ് ചെയ്യപ്പെടുള്ളൂ. പക്ഷെ ഒരു കാര്യം ഉറപ്പിക്കാം, നമ്മുടെ സിസ്റ്റം എങ്ങനെ പോണത്, എവരി കൺസൾട്ടൻസ് വിൽ ബി റേറ്റഡ് ബൈ ദ ക്ലയൻറ്റ്, every vendors will be rated by the client, every worker will be rated by the client, every masonries will be rated by the client, every contractor will be എല്ലാം റേറ്റ് ചെയ്യാനുള്ള ഓപ്പൺ സിസ്റ്റമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നാളെ നമ്മളെ കൺസൾട്ടൻസ് ആയിട്ട്, ഞാനിപ്പോൾ ഈ വീഡിയോമായി വരുന്ന കൺസൾട്ടൻസിന് മാത്രം കേൾക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ കൺസൾട്ടൻസ് നാളെ ക്ലയൻറ്റ് ഡിപ്പെൻഡബിൾ അല്ലെങ്കിൽ ക്ലയൻറ്റ് സെലക്റ്റബിൾ കൺസൾട്ടൻ്റ് ആവണമെങ്കിൽ വി മസ്റ്റ് ബി വെരി ഡിപ്പെൻഡൻറ്റ്, വെരി ഫെയർ ആൻഡ് വെരി ജെന്യൂൻ, ദാറ്റ്സ് ഓൾ, വെരി ക്ലിയർ. അപ്പോൾ ആ നിങ്ങൾ മേ ബി ആർക്കിടെക്ട് ഡ്രോയിങ് വരയ്ക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ എലിവേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ 3D ക്രിയേറ്റ് ചെയ്യുന്ന ആളായിരിക്കും, വാക്ക് ത്രൂ ക്രിയേറ്റ് ചെയ്യുന്ന ആളായിരിക്കാം, നിങ്ങൾ സ്ട്രക്ചർ ഡ്രോയിങ് ക്രിയേറ്റ് ചെയ്യുന്ന ആളായിരിക്കാം, നിങ്ങൾ MEP വരയ്ക്കുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഫയർ കൺസൾട്ടൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക പൊല്യൂഷൻ കൺട്രോൾ കൺസൾട്ടൻ്റ് ആയിരിക്കും. എന്താണെങ്കിലും ആ ക്ലയൻസുമായിട്ട് നല്ല റാപ്പ് ഉണ്ടാക്കാനും ആ ക്ലയൻസിന് ഒരു വാവ് ഫീലിംഗ്, ദാറ്റ് മീൻസ് എക്സ്ട്രാ എഡ്ജ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു കാലിബറിലേക്ക് നിങ്ങളുടെ ടീമിനെ, കൺസൾട്ടൻസിൻ്റെ ടീമിനെയോ അല്ലെങ്കിൽ കൺസൾട്ടൻറ്റ് നിങ്ങൾ ഡയറക്റ്റ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങളത് അപ്ഗ്രേഡ് ചെയ്യണം. അപ്ഗ്രേഡ് ചെയ്തിട്ട് അത് ഇവൻച്വലി കാണാൻ പറ്റുന്ന രീതിയിൽ ഫിഗർ ഔട്ട് ചെയ്യണം. നമ്മുടെ ഡ്രോയിങ്ങിൽ നമ്മുടെ എല്ലാ കാര്യത്തിലും ഉണ്ടാകും. പിന്നെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ടെമ്പററി വെച്ച് ഒപ്പിക്കുകയാണ്, എല്ലാം പെർമനൻ്റ് ആയിരിക്കണം. ബിക്കോസ് നമ്മുടെ ക്ലയൻസ് നമ്മൾക്ക് തരുന്ന പൈസ എന്ന് പറഞ്ഞാൽ ഒരു ഹാർഡ് ഏൺ മണിയാണ്. അതുമല്ല, വീടാണ്, ഇമോഷണൽ അസറ്റാണ്, നമുക്ക് ഓർമ്മ വേണം. അതിനെല്ലാം ഫിഗർ ഔട്ട് ചെയ്ത് കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം ഞാൻ നിങ്ങളുടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, നേരത്തെ പറഞ്ഞ പോലെ ഈ സിസ്റ്റം ഞങ്ങളുടെ വാല്യൂ സിസ്റ്റം മാത്രം സൂചിപ്പിക്കുക, 4 വാല്യൂ സിസ്റ്റം. അതായത് ഇന്നോവേഷൻ നമുക്ക് ഉണ്ടാവണം എപ്പോഴും. അതാണ് നേരത്തെ പറഞ്ഞ അടുത്ത കൊല്ലം എന്ത് നടക്കാൻ പോകണം അത് നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയണം ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട്. അത് ബൂട്ട് സ്ട്രാപ്പ് മോഡലായിരിക്കും ചെയ്യാൻ പറ്റുന്നത്, അല്ലാതെ കോസ്റ്റ് കൂട്ടിയിട്ട് ചെയ്യുന്ന വലിയ കഴിവൊന്നുമല്ല. 10 രൂപയുടെ സാധനം 9 രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്രൂഗൽ മൈൻഡ് സെറ്റ് ചിന്തിക്കുന്ന ടീമാണ് ഞങ്ങളൊപ്പം നമുക്ക് വേണ്ടത്. അല്ലാതെ 10 രൂപയുടെ സാധനം 15 രൂപയ്ക്ക് വാങ്ങിക്കൊടുക്കാൻ ഉള്ള ആളുണ്ടായിട്ട് കാര്യമൊന്നുമില്ല. അതല്ല ഇവിടെ തോട്ട്, റൈറ്റ്. അപ്പോൾ ദാറ്റ് മീൻസ് അത് ഡിസ്കൗണ്ട് ചെയ്ത് അതിൻ്റെ കോസ്റ്റ് എഫക്റ്റഡ് ഫ്രൂഗൽ മൈൻഡ് സെറ്റ്, ആ സിസ്റ്റമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാണ് ഇന്നോവേഷൻ, അങ്ങനത്തെ തോട്ട് വേണം. അടുത്തത് ട്രാൻസ്പെറൻസി. നിങ്ങൾ ചെയ്യുന്ന എന്ത് സാധനവും നാളെ സോഷ്യലി ആര് വേണമെങ്കിൽ ചോദ്യം ചെയ്യപ്പെടാം. അപ്പോൾ ആര് ചോദ്യം ചെയ്താലും അവരുമായി നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഡ്രോയിങ്സ് ആയിരിക്കാം, ട്രാൻസ്പെറൻ്റ് ആയിട്ട് സജഷൻ ആയിരിക്കാം, ട്രാൻസ്പെറൻ്റ് ആയിട്ട് പ്രോഡക്റ്റ് ആയിരിക്കും, എല്ലാ സാധനത്തിനും ട്രാൻസ്പെറൻസി ഇവിടെ മസ്റ്റാണ്. അടുത്ത എത്തിക്സ്. നേരത്തെ പറഞ്ഞു, എല്ലാ തൊട്ടാ മുട്ടിയോടെ കക്കണവിടെയും കൈക്കൂലി കൊടുക്കുന്നവരെയും ഗിഫ്റ്റ് കൊടുക്കുന്നവിടെയും. ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരു തരം കൈക്കൂലിയാണ്. ഇറ്റ്സ് എന്താ പറയുക, ഒരു ഇൻഫ്ലുവൻസിങ്ങിന് വേണ്ടിയിട്ടാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. അത് ഒരു കാരണവശാലും എത്ര ചെറിയ പെന്നാണെങ്കിലും പെൻസിലാണെങ്കിലും ചായ ആണെങ്കിലും വടയാണെങ്കിലും നമ്മുടെ ഉള്ളിൽ നമ്മൾ ലെറ്ററിങ് ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ സിസ്റ്റം ഉണ്ടാകുന്നത്, റൈറ്റ്. ഇനി അതേമാതിരി എത്തിക്സ്, ഇന്നോവേഷൻ, ട്രാൻസ്പെറൻസി ആൻഡ് സ്പീഡ്. ഒരു 10 മണിക്ക് ഒരു സാധനം കൊടുക്കുക, കാരണം 9:59 കൊടുത്തിട്ടുണ്ടാകും. ഈ ഒരു മെത്തേഡിലുള്ളൊരു കൾച്ചറാണ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്, അതിന് സഹായിക്കണം. ഒപ്പം അപ്പോൾ ഇത്തരത്തിലുള്ള അൺഎത്തിക്കൽ പ്രാക്ടീസ് എവിടെയും കാണുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിർത്തണം. ഞങ്ങളുടെ സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ഡെപ്യൂട്ടി പ്രോജക്ട് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസ് നിങ്ങൾക്ക് കണക്റ്റഡ് ആയിരിക്കും, QS ക്വാളിറ്റി സർവേസ് കണക്റ്റഡ് ആയിരിക്കും, PMC കണക്റ്റഡ് ആയിരിക്കും, ബ്രാഞ്ച് ഹെഡ് കണക്റ്റഡ് ആയിരിക്കും, ബ്രാഞ്ച് മാനേജേഴ്സ്. അവരുടെ അടുത്ത് ഇൻറ്റിമേറ്റ് ചെയ്ത് അപ്പം നിർത്തില്ല എങ്കിൽ ഹെഡ് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും 3-4 സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള റെക്കോർഡ് അടക്കം വെച്ചിട്ട് യു ആർ ഫ്രീ ടു കോൺടാക്ട് എനി പോയിന്റ് ഓഫ് ടൈം. ഏത് ഫ്രാഞ്ചൈസിയിൽ ഏത് മുക്കിലും മൂലയിലുള്ള ആൾക്കാരാണെങ്കിലും യു ആർ ഫ്രീ ടു കോൺടാക്ട് മീ. ബിക്കോസ് നമ്മൾ ഇതിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം, ബോർഡിലുള്ളിടത്തോളം കാലം അത്തരത്തിലുള്ള ഓരോ അൺഎത്തിക്കൽ പ്രാക്ടീസും ഒരു സ്ഥലത്തും അലോ ഇല്ല. നമ്മളതിൻ്റെ അകത്ത് ഇൻ്റർഫിയർ ചെയ്യും. വി വിൽ ടേക്ക് സ്റ്റെപ്സ് ദെൻ ആൻഡ് ദെയർ. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കേഴ്സ് മുതൽ കോൺട്രാക്ടേഴ്സ് മുതൽ മേസ്ത്രിമാർ മുതൽ കൺസൾട്ടൻസ് മുതൽ ഒരുപാട്, അതായത് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും വളരെ നല്ല രീതിയിൽ ജീവിച്ചു പോകാനുള്ള, വളരെ നമ്മുടെ തൊഴിലിനെ നമ്മളുടെ ഡിഗ്നിറ്റിയോടുകൂടി ഇൻറ്റഗ്രിറ്റിയോടുകൂടി കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള, ഹൃദയത്തിൻ്റെ അകത്ത് അഭിമാനത്തോടുകൂടി വർക്ക് ചെയ്യാൻ പറ്റുന്ന തൊഴിലായിട്ട് നമ്മുടെ ക്ലയൻസ് നമ്മുടെ അടുത്ത് വന്ന് വർക്ക് ഏൽപ്പിക്കുമ്പോൾ അവിടെ കളവും ചതിയും ഒരിക്കലും നടക്കില്ല എന്ന് പറയുന്ന ആ ഒരു ബോധ്യതയ്ക്ക് കൊണ്ടുവരികയും, ദാറ്റ് മീൻസ് ഇത്തരത്തിലുള്ള അൺഎത്തിക്കൽ പ്രാക്ടീസിനെ മുഴുവൻ ഇറാഡിക്കേറ്റ് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യാൻ ഈ സിസ്റ്റത്തിൻ്റെ അകത്ത് അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അതിന് അപ്പോൾ പൂർണ്ണമായിട്ട് നിങ്ങളുടെ ഏവരുടെയും സഹകരണവും പിന്തുണയും അനുഗ്രഹവും അതിൻ്റെ ക്രോസ് മോണിറ്ററിങ് സിസ്റ്റവും എല്ലാം ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അപ്പോൾ നമ്മുടെ കൺസൾട്ടൻസ് എല്ലാവരും ഇത് കാണുക. കൺസൾട്ടൻസ് എല്ലാവരും കണ്ടിട്ട് ഇതിനനുസരിച്ച് കോപ്പറേറ്റ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്ത് വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ലോങ് റണ്ണിൽ എല്ലാവരുടെയും കുടുംബങ്ങളും എല്ലാം സ്റ്റെബിലൈസ്ഡ് ആയിട്ട് വളരെ പ്രോംപ്റ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സിസ്റ്റവും അല്ല പേയ്മെൻറ്റ് സിസ്റ്റവും ഒക്കെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടാവും. താങ്ക് യു സോ മച്ച്.